ഹായ് ഫ്രണ്ട്സ്, പ്ലസ് ടു മാത്തമാറ്റിക്സിലെ 10ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വെക്റ്റർ ആൾജിബ്രയാണ് നമ്മൾ ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ എന്താണ് വെക്റ്റർ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെക്ടേഴ്സ്, അഡീഷൻ ഓഫ് വെക്ടേഴ്സ്, പ്രൊഡക്റ്റ് ഓഫ് വെക്ടേഴ്സ് തുടങ്ങിയവയെക്കുറിച്ചാണ് നമ്മൾ കൂടുതലായി അറിയാൻ പോകുന്നത്. അതിന്റെ ബേസ് എന്ന രീതിയിൽ നമുക്ക് എന്താണ് വെക്റ്റർ എന്ന് നോക്കാം. എ ക്വാണ്ടിറ്റി ദാറ്റ് ഹാസ് മാഗ്നിറ്റ്യൂഡ് ആസ് വെൽ ആസ് ഡിറക്ഷൻ ഈസ് കോൾഡ് എ വെക്റ്റർ. അതായത് മാഗ്നിറ്റ്യൂഡ് ഉള്ളതും ഡിറക്ഷനോട് കൂടിയതുമായിട്ടുള്ള ക്വാണ്ടിറ്റിയെയാണ് നമ്മൾ വെക്റ്റർ എന്ന് വിളിക്കുക. ഉദാഹരണത്തിന് ഈ കാണിക്കുന്ന ഒരു ഡയറക്റ്റഡ് ലൈൻ സെഗ്മെന്റ് എ ഇനീഷ്യൽ പോയിന്റും ബി ടെർമിനൽ പോയിന്റുമായിട്ടുള്ള ഈ ഒരു ഡയറക്റ്റഡ് ലൈൻ സെഗ്മെന്റിനെ ഒരു വെക്റ്റർ ആയി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് വെക്റ്റർ എ ബി അല്ലെങ്കിൽ വെക്റ്റർ എ എന്നാണ്. അതുപോലെ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ലെങ്തിനെ നമ്മൾ മോഡ് എ ബി അല്ലെങ്കിൽ മോഡ് എ എന്ന് ഡിനോട്ട് ചെയ്യും. ലെങ്ത് ആയതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും 0ക്ക് താഴെ വരുന്നതല്ല. അടുത്തതായി എന്താണ് പൊസിഷൻ വെക്റ്റർ എന്ന് നോക്കാം. അതിനായി XYZ എന്നിങ്ങനെ കോർഡിനേറ്റ്സ് ഉള്ള P എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ O ഇനീഷ്യൽ പോയിന്റും അതായത് ഒറിജിൻ ഇനീഷ്യൽ പോയിന്റും P ടെർമിനൽ പോയിന്റുമായി വരുന്ന വെക്റ്റർ OP ആണ് നമ്മൾ പൊസിഷൻ വെക്റ്റർ ഓഫ് P എന്ന് പറയുക. യൂസിങ് ഡിസ്റ്റൻസ് ഫോർമുല നമുക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡിനെ ഇതാ ഈ രീതിയിൽ പ്രസന്റ് ചെയ്യാനായി സാധിക്കും. അതായത് മോഡ് OP ഇസ് ഈക്വൽ ടു √x² പ്ലസ് y² പ്ലസ് z². അടുത്തതായി ഒരു വെക്റ്ററിന്റെ കമ്പോണന്റ് ഫോം എങ്ങനെയാണെന്ന് നോക്കാം. OP എന്ന് പറയുന്ന ഒരു വെക്റ്ററിനെ അല്ലെങ്കിൽ R എന്ന് പറയുന്ന വെക്റ്ററിനെ അതിന്റെ കമ്പോണന്റ് ഫോമിൽ നമ്മൾ xi പ്ലസ് yj പ്ലസ് zk എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി നോക്കിയാൽ ഇവിടെ i, j, k എന്ന് പറയുന്നവ യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. അതുപോലെ തന്നെ x, y, z എന്ന് പറയുന്നത് സ്കെയിലാർ കമ്പോണൻസ് അഥവാ റെക്ടാങ്കുലർ കമ്പോണൻസ് ആണ്. ഇതിനെ നമ്മൾ ഡയറക്ഷൻ റേഷ്യോസ് എന്നും പറയാറുണ്ട്. അതേപോലെ xi, yj, zk എന്ന് പറയുന്നവ വെക്റ്റർ കമ്പോണൻസുമാണ്. അടുത്തതായി എന്താണ് ഒരു വെക്റ്ററിന്റെ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് നോക്കാം. അതിനു മുന്നോടിയായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് എന്താണ് ഡയറക്ഷൻ ആംഗിൾസ് എന്ന് പറയുന്നത്. നമ്മളൊരു R എന്ന് പറഞ്ഞ ഒരു വെക്റ്റർ കൺസിഡർ ചെയ്യുമ്പോൾ XYZ ആക്സസുകളുടെ പോസിറ്റീവ് ഡയറക്ഷനുമായി അവയുണ്ടാക്കുന്ന ഡയറക്ഷൻസ് ആണ് ഡയറക്ഷൻ ആംഗിൾസ്. അഥവാ നമ്മൾ അതിനെ ആൽഫ, ബീറ്റ, ഗാമ എന്നിങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇവയുടെ കൊസൈൻ വാല്യൂസ് ആണ് ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത്. അവയെ നമ്മൾ L, M, N എന്നിങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. അതായത് കോസ് ആൽഫയിലും കോസ് ബീറ്റ എമ്മും കോസ് ഗാമ എന്നുമായി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. ഇനി ഒരു വെക്റ്ററിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻ റേഷ്യോസും ഡയറക്ഷൻ കൊസൈൻസും തമ്മിലുള്ള ബന്ധം നോക്കുകയാണെങ്കിൽ നമുക്കതിനെ ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ കഴിയും. അതായത് L ഈക്വൽ ടു A ബൈ മോഡ് R, M is equal to B by mod R, N is equal to C by mod R എന്നിങ്ങനെ. ഇവിടെ A, B, C എന്ന് പറയുന്നവ ഡയറക്ഷൻ റേഷ്യോസും മോഡ് R എന്ന് പറയുന്നത് ആ വെക്റ്ററിന്റെ മാഗ്നിറ്റ്യൂഡുമാണ്. അപ്പോൾ ഒരു കണക്കിലൂടെ നമ്മൾ അതിനെ നോക്കുകയാണെങ്കിൽ write the direction ratios and hence calculate its direction cosines if vector A is equal to I plus j minus 2k. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വെക്റ്റർ എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ നിന്നും നമുക്കതിന്റെ ഡയറക്ഷൻ റേഷ്യോസ് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ഇവിടെ ഐയോട് കൂടെ നിൽക്കുന്നത് 1 ആണ്. അതുകൊണ്ട് തന്നെ A എന്ന് പറയുന്നത് 1 ആയി, B എന്ന് പറയുന്നത് 1 ആയി, C എന്ന് പറയുന്നത് -2 ആയി. അടുത്തതായി നമ്മൾ അതിന്റെ ഡയറക്ഷൻ കൊസൈൻസ് നോക്കാം. നമുക്കറിയാം ഇക്വേഷൻ പ്രകാരം L is equal to A by mod R എന്നാണ്. നമുക്ക് A ആയി കിട്ടിയിരിക്കുന്നത് 1 ആണ്. അതുപോലെ മോഡ് R എന്ന് പറയുന്നത് √1² പ്ലസ് 1² പ്ലസ് -2 ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 1/√6. ഇവിടെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞിരിക്കുന്ന രീതിയിലാണ്. അതായത് ഒരു വെക്റ്ററിന്റെ സ്കെയിലാർ കമ്പോണൻസുകളുടെയൊക്കെ സ്ക്വയറിന്റെ സം കാണുന്നു, അതിനുശേഷം അതിന്റെ സ്ക്വയർ റൂട്ട് കാണുന്നു. അടുത്തതായി നമ്മൾ M കണ്ടുപിടിക്കുന്നു. അത് B ബൈ മോഡ് R എന്ന ഇക്വേഷൻ യൂസ് ചെയ്യുന്നു. നമുക്ക് B ആയി കിട്ടിയിരിക്കുന്നത് 1 ആണ്. അതുപോലെ ആ വെക്റ്ററിന്റെ മോഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് √6 ആണ്. അപ്പോൾ നമുക്ക് M 1/√6 കിട്ടുന്നു. അടുത്തതായി N എന്ന് പറയുന്നത് -2/√6 കിട്ടുന്നു. ഇങ്ങനെ നമുക്ക് ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്
എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. പക്ഷേ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് കരുതരുത്. അടുത്തതായി നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി അതിന് നമുക്ക് സീറോ വെക്ടറിനെ തന്നെ പരിചയപ്പെടാം. ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് 0 ആവുമ്പോഴാണ് അതിനെ നമ്മൾ സീറോ വെക്ടർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന്റെ ഇനീഷ്യൽ പോയിന്റും ടെർമിനൽ പോയിന്റും കോയിൻസൈഡ് ചെയ്യണം, അല്ലെങ്കിൽ സെയിം ആയിരിക്കണം. ഉദാഹരണത്തിന് ഇതുപോലെ. അടുത്തത് കോ ഇനീഷ്യൽ വെക്ടേഴ്സ് എന്താണെന്ന് നോക്കാം. രണ്ട് വെക്ടറുകൾ ഒരേ ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നതെങ്കിൽ അതിനെ നമ്മൾ കോ ഇനീഷ്യൽ വെക്ടേഴ്സ് എന്ന് പറയുന്നു. അടുത്തതായി കൊളീനിയർ വെക്ടേഴ്സ്. രണ്ടോ അതിലധികമോ വെക്ടേഴ്സ് കൊളീനിയർ ആണെന്ന് പറയണമെങ്കിൽ അവ ഏതെങ്കിലും ഒരു ലൈനിന് പാരലൽ ആയിരിക്കണം. 2 or more vectors are said to be collinear if they are parallel to the same line, irrespective of their magnitude and directions. അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് രണ്ട് വെക്ടേഴ്സിനെ കൊളീനിയർ എന്ന് പറയുക എന്ന് നോക്കാം. 2 vectors A and B are collinear if and only if there exists a non-zero scalar lambda such that B is equal to lambda A. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമുക്ക് രണ്ട് വെക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് ആ രണ്ട് വെക്ടേഴ്സും കൊളീനിയർ ആണെന്ന് പറയാം. അടുത്തതായി എന്താണ് നെഗറ്റീവ് ഓഫ് എ വെക്ടർ എന്ന് നോക്കാം. നമ്മൾ R എന്ന് പറയുന്ന ഒരു വെക്ടർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനോട് ഈക്വലി മാഗ്നിറ്റ്യൂഡ് ഉള്ളതും എന്നാൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഉള്ളതുമായിട്ടുള്ള ഒരു വെക്ടറിനെയാണ് നമ്മൾ നെഗറ്റീവ് ഓഫ് എ വെക്ടർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് AB എന്ന് പറയുന്ന വെക്ടറിന്റെ നെഗറ്റീവ് ആണ് BA എന്ന് പറയുന്ന വെക്ടർ. അടുത്തത് ഈക്വൽ വെക്ടേഴ്സ് എന്താണെന്ന് നോക്കാം. രണ്ട് വെക്ടേഴ്സ് എയും ബിയും ഈക്വൽ ആണെന്ന് പറയുന്നത് അവയ്ക്ക് ഒരേ മാഗ്നിറ്റ്യൂഡും ഒരേ ഡയറക്ഷനും ഉള്ളപ്പോഴാണ്. ഉദാഹരണത്തിന് നമ്മൾ രണ്ട് വെക്ടേഴ്സ് കൺസിഡർ ചെയ്യുന്നു. എ എന്ന് പറയുന്ന ഈ വെക്ടറും ബി എന്ന് പറയുന്ന ഈ വെക്ടറും കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഇവ തുല്യമാണെന്ന് പറയാൻ കഴിയുക ഇവയുടെ കറസ്പോണ്ടിങ് സ്കേലാർ കമ്പോണൻസ് ഈക്വൽ ആവുമ്പോഴാണ്. അതായത് എയിലെ എക്സും ബിയിലെ 2ഉം ഈക്വൽ ആവുമ്പോൾ, അതായത് എക്സ് ഈക്വൽ ടു 2 എന്നും y ഈക്വൽ ടു 2 എന്നും z ഈക്വൽ ടു 1 എന്നും നമുക്ക് പറയാൻ കഴിയുമ്പോഴാണ് എയും ബിയും ഈക്വൽ വെക്ടേഴ്സ് ആണെന്ന് നമ്മൾ പറയുക. അടുത്തത് യൂണിറ്റ് വെക്ടർ എന്താണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഐയും ജിയും കെയും യൂണിറ്റ് വെക്ടേഴ്സ് ആണെന്ന്. ഒരു വെക്ടർ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് അവയുടെ മാഗ്നിറ്റ്യൂഡ് യൂണിറ്റ് അല്ലെങ്കിൽ 1 ആവുമ്പോഴാണ് നമ്മൾ അതിനെ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു വെക്ടറിന്റെ അതേ ഡയറക്ഷനിലുള്ള ഒരു യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ആണ് ഉപയോഗിക്കുന്നത്. എ ക്യാപ് ഇസ് ഈക്വൽ ടു വെക്ടർ എ ഡിവൈഡഡ് ബൈ മോഡ് എ. അത് നമുക്ക് ഒരു കണക്കിലൂടെ നോക്കാം. ഫൈൻഡ് യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ എ ഇസ് ഈക്വൽ ടു 2i പ്ലസ് 3j പ്ലസ് k. അപ്പോൾ നമുക്ക് എ ക്യാപ് ഇസ് ഈക്വൽ ടു വെക്ടർ എ ഡിവൈഡഡ് ബൈ മോഡ് എ എന്നറിയാം. അപ്പോൾ ഇവിടെ എ ആയിട്ട് തന്നിരിക്കുന്നത് അല്ലെങ്കിൽ വെക്ടർ നമുക്ക് തന്നിരിക്കുന്നത് ഇതാണ്. അടുത്തതായി നമുക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചാൽ മതി. മോഡ് എ ഇസ് ഈക്വൽ ടു നമുക്കറിയാം √2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു √14. അപ്പോൾ എ ക്യാപ് ഇസ് ഈക്വൽ ടു 2i പ്ലസ് 3j പ്ലസ് k ഡിവൈഡഡ് ബൈ √14 എന്ന് കിട്ടുന്നു. ഈ √14 നമ്മൾ ഓരോന്നിനും കോമൺ ആയിട്ട് കൊടുക്കുമ്പോൾ ആ ഒരു യൂണിറ്റ് വെക്ടറിനെ നമുക്ക് ഇത്തരത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ കഴിയും. അടുത്തതായി അഡീഷൻ ഓഫ് വെക്ടേഴ്സ് നോക്കാം. അഡീഷൻ ഓഫ് വെക്ടേഴ്സ് പറയുമ്പോൾ നമ്മൾ രണ്ട് ലോ എടുത്ത് പറയേണ്ടിയിരിക്കുന്നു, ട്രയാങ്കിൾ ലോയും പാരലലോഗ്രാം ലോയും. ആദ്യം നമുക്ക് ട്രയാങ്കിൾ ലോ നോക്കാം. ഒരു ഒബ്ജക്റ്റ് എ മുതൽ ബി വരെയും അതിനുശേഷം ബി മുതൽ സി വരെയും സഞ്ചരിക്കുകയാണെങ്കിൽ എ മുതൽ സി വരെയുള്ള അതിന്റെ നെറ്റ് ഡിസ്പ്ലേസ്മെന്റിനെ നമുക്ക് ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. അതായത് വെക്ടർ എ സി ഇസ് ഈക്വൽ ടു വെക്ടർ എ ബി പ്ലസ് വെക്ടർ ബി സി. ഇതാണ് ട്രയാങ്കിൾ ലോ എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും: when the sides of a triangle are taken in order it leads to zero resultant. അതായത് ഈ ഒരു ട്രയാങ്കിളിന്റെ സൈഡുകളെ നമ്മൾ ഒരു ഓർഡറിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അത് 0 ആയിട്ട് കിട്ടും. അപ്പോൾ വെക്ടർ എ ബി പ്ലസ് വെക്ടർ ബി സി പ്ലസ് വെക്ടർ സി എ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയാൻ കഴിയും. അടുത്തതായി എന്താണ് പാരലലോഗ്രാം ലോ എന്ന് നോക്കാം. നമ്മൾ രണ്ട് വെക്ടേഴ്സ് കൺസിഡർ ചെയ്യുന്നു, വെക്ടർ എയും
വെക്ടർ ബിയും. ഈ വെക്ടർ എയും വെക്ടർ ബിയും ഒരു പാരലലോഗ്രാമിന്റെ രണ്ട് അഡ്ജസന്റ് സൈഡ്സുകളെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ പറയുന്നത് എന്താണ്? Then their sum a plus b is represented in magnitude and direction by the diagonal of the parallelogram through their common points. അപ്പോൾ വെക്ടർ എയും ബിയും ഒരു പാരലലോഗ്രാമിന്റെ രണ്ട് അഡ്ജസന്റ് സൈഡുകളെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അവയുടെ വെക്ടർ സമ്മിനെ ആ ഒരു പാരലലോഗ്രാമിന്റെ ഡയഗണൽ വഴി നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇനി എന്താണ് വെക്ടർ അഡീഷൻസിന്റെ പ്രോപ്പർട്ടീസ് എന്ന് നോക്കാം. വെക്ടർ അഡീഷൻ എന്ന് പറയുന്നത് എപ്പോഴും കമ്മ്യൂട്ടേറ്റീവ് ആണ്. അതായത് വെക്ടർ എ പ്ലസ് വെക്ടർ ബി എന്ന് പറയുന്നത് വെക്ടർ ബി പ്ലസ് വെക്ടർ എക്ക് ഈക്വൽ ആണ്. അതുപോലെ തന്നെ വെക്ടർ അഡീഷൻ എന്ന് പറയുന്നത് അസോസിയേറ്റീവുമാണ്. വെക്ടർ എ പ്ലസ് വെക്ടർ ബി പ്ലസ് വെക്ടർ സി ഇസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് വെക്ടർ ബി പ്ലസ് സി. അടുത്തതായി മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ വെക്ടർ ബൈ സ്കേലാർ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. നമ്മൾ എ എന്ന് പറയുന്ന ഒരു വെക്ടർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ലാംഡ എന്ന് പറഞ്ഞൊരു സ്കേലാറിനെയും എടുത്തു. Then the product of the vector a by lambda എന്ന് പറയുന്നതിനെ നമ്മൾ ലാംഡ എ എന്ന് ഡിനോട്ട് ചെയ്യും. അതുപോലെ എടുത്തു പറയേണ്ട ഒന്നാണ് ലാംഡ എ എന്ന് പറയുന്ന നമുക്ക് പുതിയതായി കിട്ടുന്ന ആ വെക്ടർ എക്ക് കൊളീനിയർ ആയിരിക്കും. അടുത്തതായി നമുക്ക് വെക്ടറുകളുടെ കുറെ ഓപ്പറേഷൻസിനെ പരിചയപ്പെടാം. അപ്പോൾ അതിനായി നമ്മൾ രണ്ട് വെക്ടേഴ്സിനെ കൺസിഡർ ചെയ്യുന്നു, വെക്ടർ എ ആൻഡ് വെക്ടർ ബി. വെക്ടർ എ എന്ന് പറയുന്നതിനെ നമ്മൾ a1i പ്ലസ് a2j പ്ലസ് a3k എന്നും വെക്ടർ ബി എന്നതിനെ b1i പ്ലസ് b2j പ്ലസ് b3k എന്നും റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് അവയുടെ സം എങ്ങനെയായിരിക്കും വരാൻ നോക്കാം. വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഇസ് ഈക്വൽ ടു a1 b1i പ്ലസ് a1 plus b1i plus a2 plus b2j plus a3 plus b3k. അതായത് ഇവിടെ നമ്മൾ രണ്ട് വെക്ടേഴ്സിന്റെ സം കാണുമ്പോൾ അവയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്കേലാർ കമ്പോണൻസിന്റെ സം ആണ് കാണുന്നത്. നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്നും അത് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഡിഫറൻസ് ആണ് നമ്മൾ കാണുന്നതെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്കേലാർ കമ്പോണൻസിന്റെ ഡിഫറൻസ് കാണുകയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അതായത് വെക്ടർ എ മൈനസ് വെക്ടർ ബി എന്നതിനെ a1 മൈനസ് b1i പ്ലസ് a2 മൈനസ് b2j പ്ലസ് a3 മൈനസ് b3k എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. അതുപോലെ തന്നെ രണ്ട് വെക്ടേഴ്സ് എങ്ങനെയാണ് ഈക്വൽ എന്ന് പറയുക എന്നത് നമുക്കിതാ ഇങ്ങനെ കാണിക്കാൻ പറ്റും. a1 ഈക്വൽ ടു b1, a2 ഈക്വൽ ടു b2 ആൻഡ് a3 ഈക്വൽ ടു b3. നമ്മൾ മുൻപ് പഠിച്ച പോലെ തന്നെ. അടുത്തത് എങ്ങനെയാണ് ഒരു വെക്ടറിനെ ഒരു സ്കേലാറുമായി മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സ്കേലാറായി എടുക്കുന്നത് ലാംഡയാണ്. എ എന്ന് പറയുന്നതാണ് നമ്മുടെ വെക്ടർ. അപ്പോൾ ലാംഡ എ ഇസ് ഈക്വൽ ടു ലാംഡ a1i പ്ലസ് ലാംഡ a2j പ്ലസ് ലാംഡ a3k. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന എ എന്ന് പറയുന്ന ഈ ഒരു വെക്ടറിന്റെ എല്ലാ സ്കേലാർ കമ്പോണൻസിനെയും നമ്മൾ ആ ലാംഡ വെച്ചിട്ട് ഗുണിക്കുകയാണ് ചെയ്തത്. ഇനി കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഈ രീതിയിൽ കുറച്ച് വെക്ടർ ഓപ്പറേഷൻസ് നമുക്ക് പറയാൻ പറ്റും. കെ എ പ്ലസ് എം എ ഇസ് ഈക്വൽ ടു കെ പ്ലസ് എം എ, കെ ഇൻറ്റു എം എ ഇസ് ഈക്വൽ ടു കെ എം ഇൻറ്റു എ, കെ ഇൻറ്റു എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു കെ എ പ്ലസ് കെ ബി. അതായത് നമ്മളിവിടെ എടുക്കുന്നത് കെയും എമ്മും നമ്മൾ രണ്ട് സ്കേലാറുകളാണ് എടുക്കുന്നത്. അതുപോലെ എ എന്ന് പറയുന്നതാണ് നമ്മുടെ വെക്ടർ. അപ്പോൾ കൂടുതൽ ഓപ്പറേഷൻസ് ഈ രീതിയിലും പറയാം. ഇത് ഇങ്ങനെ പറയുന്നതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് ഒരു ചെറിയ കണക്കിലൂടെ അതിനെ പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ എ എന്ന് പറയുന്ന വെക്ടറായി എടുക്കുന്നത് 5i മൈനസ് ജെ മൈനസ് 3k എന്നും ബി എന്ന് പറയുന്ന വെക്ടറായി എടുക്കുന്നത് i പ്ലസ് 3j മൈനസ് 5k എന്നതുമാണ്. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് a പ്ലസ് ബി, a മൈനസ് ബി, 3a, 2b പ്ലസ് 4b, 5 ഇൻറ്റു 3a ആൻഡ് 3a പ്ലസ് 3b എന്നിവയാണ്. ആദ്യം നമുക്ക് അവയുടെ അഡീഷൻ തന്നെ നോക്കാം. അപ്പോൾ എ പ്ലസ് ബി കാണുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു അവയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്കേലാർ കമ്പോണൻസുകളെ തമ്മിൽ കൂട്ടുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 പ്ലസ് 1i പ്ലസ് മൈനസ് 1 പ്ലസ് 3j പ്ലസ് മൈനസ് 3 പ്ലസ് മൈനസ് 5k. അതായത് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ സ്കേലാർ കമ്പോണന്റിനെയും കൃത്യമായി കൂട്ടി. അപ്പോൾ നമുക്ക് ഇതിന് ഉത്തരം എങ്ങനെ കിട്ടും? 6i പ്ലസ് 2j മൈനസ് 8k എന്ന് കിട്ടും. അതുപോലെ അവയുടെ ഡിഫറൻസ് കാണുമ്പോൾ നമുക്ക് എങ്ങനെ വരും? 5 മൈനസ് 1i പ്ലസ്
-1 minus 3j plus -3 minus -5k, അതായത് 4i minus 4j plus 2k എന്ന് ലഭിക്കുന്നു. അടുത്തത് 3 എന്ന് പറയുന്ന സ്കെയിലാർ വെച്ച് a നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? 3 into 5i plus 3 into -1j plus 3 into -3k, അതായത് 15i minus 3j minus 9k. അടുത്തത് നമുക്ക് 5 into 3a ചെയ്ത് നോക്കാം. അപ്പോൾ 5 into 3a എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു വെക്ടറിനെ 5 കൊണ്ട് ഗുണിച്ചാൽ മതി, അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിന് 5 into 3 into a ചെയ്താൽ മതി. അതായത് 15 കൊണ്ട് നമ്മുടെ ഈ വെക്ടറിനെ എന്ന് പറയുന്ന വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഉത്തരം ഈ രീതിയിൽ കിട്ടുന്നു. അടുത്തത് 2b plus 4b ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വെക്ടർ bനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതും കിട്ടുന്ന പുതിയൊരു വെക്ടറിനെ തമ്മിൽ കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 2 plus 4 into b എന്ന് എഴുതാൻ കഴിയും. അതായത് 6 into വെക്ടർ b എന്ന രീതിയിൽ ഇതിനെ മാറ്റി എഴുതാം. അപ്പോൾ നമുക്ക് ഉത്തരം കുറച്ചുകൂടെ എളുപ്പമായിട്ട് കിട്ടും. ഇനി അടുത്തതായി 3a plus 3b. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആ സ്കെയിലാറിനെ പുറത്തേക്ക് എടുക്കുന്നു. എന്നിട്ട് നമുക്കിവിടെ a plus b കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് 3നെ a plus b എന്ന് പറയുന്ന വെക്ടറുമായി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം ലഭിക്കുന്നു. അടുത്തതായി നമുക്ക് വെക്ടർ ജോയിനിങ് 2 പോയിന്റ്സ് ഈ ടോപ്പിക്കിൽ പറയുന്നത് എന്താണെന്ന് നോക്കാം. അതായത് 2 പോയിന്റുകൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. P1 P2 എന്നീ പറയുന്ന 2 പോയിന്റ്സ്. അവയുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഈ രീതിയിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അവയെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ഒരു വെക്ടറിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ P1 P2 വെക്ടർ P1 P2 എന്നതിനെ നമുക്ക് x2 minus x1i plus y2 minus y1j plus z2 minus z1k എന്ന് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു കണക്കിലൂടെ നമ്മൾ അതിനെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്, Pയും അതുപോലെ Qയും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ വെക്ടർ ജോയിനിങ് ദീസ് പോയിന്റ്സ് എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡയറക്റ്റഡ് ഫ്രം P to Q, അതായത് എവിടെ നിന്നാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഈ കണക്കിൽ ആ വെക്ടറിനെ കണ്ടുപിടിക്കുമ്പോൾ സിൻസ് ദ വെക്ടർ ഈസ് ടു ബി ഡയറക്റ്റഡ് ഫ്രം P to Q, Pയെ നമ്മൾ ഇനീഷ്യൽ പോയിന്റ് ആയും Qയെ നമ്മൾ ടെർമിനൽ പോയിന്റുമായിട്ടും എടുക്കുന്നു. അപ്പോൾ PQ എന്ന് പറയുന്ന ആ ഒരു വെക്ടർ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ സ്കെയിലാർ കമ്പോണൻസിനെ അല്ലെങ്കിൽ ഈ പോയിന്റുകളുടെ കോർഡിനേറ്റ്സിനെ നമ്മൾ ഡിഫറൻസ് കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ PQ എന്നതിനെ -1 minus 2i plus -2 minus 3j plus -4 minus 0k എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നു -3i minus 5j minus 4k എന്ന്. ഇത്തരത്തിൽ ഏത് 2 പോയിന്റുകൾ തന്നു കഴിഞ്ഞാലും അവയെ തമ്മിൽ ജോയിൻ ചെയ്യിക്കുന്ന ആ ഒരു വെക്ടറിനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അടുത്തതായി സെക്ഷൻ ഫോർമുല എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് PQ എന്ന് പറയുന്ന 2 പോയിന്റുകൾ തന്നിരിക്കുകയാണ്. അവയെ R എന്ന് പറയുന്ന ഒരു പോയിന്റ് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ വരുന്ന OR എന്ന് പറയുന്ന ആ ഒരു വെക്ടറിന്റെ പൊസിഷൻ വെക്ടർ എങ്ങനെയാണെന്നാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ 2 കേസുകൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് നമ്മുടെ PQ എന്ന് പറയുന്ന ഈ ഒരു ലൈനിനെ R എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് ഇന്റേണലി ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള കാര്യമാണ്. അതും m:n എന്ന് പറയുന്ന റേഷ്യോയിൽ. അങ്ങനെയാണെങ്കിൽ OR എന്ന് പറയുന്ന വെക്ടർ അല്ലെങ്കിൽ Rന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ mb plus na divided by m plus n എന്നതായിരിക്കും. ഇനി R എന്ന് പറയുന്നത് അതിന്റെ മിഡ് പോയിന്റ് ആണെങ്കിൽ ഇവിടെ m:n എന്നായി മാറും. അപ്പോൾ Rന്റെ പൊസിഷൻ വെക്ടർ അഥവാ OR എന്നുള്ളത് a plus b divided by 2 എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. അടുത്തതായി R എന്ന് പറയുന്ന പോയിന്റ് PQവിനെ എക്സ്റ്റേണലി ആണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിന്റെ പൊസിഷൻ വെക്ടറിനെ mb minus na divided by m minus n എന്ന് എഴുതാൻ സാധിക്കും. ആ രീതിയിൽ അടുത്തതായി വെക്ടറുകളുടെ പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള പ്രൊഡക്റ്റ് ഓഫ് 2 വെക്ടേഴ്സിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ ഒരു വെക്ടറിന്റെ പ്രൊഡക്റ്റ് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിനനുസരിച്ച് അതിനെ 2ആയി പറയാൻ പറ്റും. അതായത് സ്കെയിലാർ അല്ലെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് എന്നും വെക്ടർ അഥവാ ക്രോസ് പ്രൊഡക്റ്റ് എന്നും.
അപ്പോൾ ആദ്യം നമ്മൾ സ്കെയിലാർ പ്രൊഡക്റ്റിനെ നോക്കാം, അല്ലെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റിനെ നോക്കാം. രണ്ട് വെക്ടറുകൾ എടുക്കുമ്പോൾ അതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സ്കെയിലാർ ആയിട്ട് വരുമ്പോൾ നമ്മൾ അതിനെ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നു എന്ന് പറഞ്ഞു. അതിനെ നമുക്ക് ഈ രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കുക. അതിനല്ലെങ്കിൽ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. അതായത് വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഈസ് ഈക്വൽ ടു mod A into mod B into cos theta, where theta is the angle between A and B. അതുപോലെ തീറ്റ എന്ന് പറയുന്നത് 0ക്കും പൈക്കും ഇടയിലാണ് ഉണ്ടാവുക. ഇനി എങ്ങനെയാണ് ഒരു ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടെത്തുക എന്ന് നമുക്ക് നോക്കാം. A dot B is equal to, നമ്മൾ ആദ്യത്തെ വെക്ടറിനെ A1i plus A2j plus A3k എന്നും രണ്ടാമത്തെ വെക്ടറിനെ B1i plus B2j plus B3k എന്നും റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇവയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ സ്കെയിലാർ കമ്പോണന്റുകളെ തമ്മിൽ ഗുണിച്ച് അവയുടെ സം കാണുന്നു എന്നുള്ളത് മാത്രമാണ്. അതായത് എ ഡോട്ട് ബി നമുക്ക് എങ്ങനെ എഴുതാം? A1 into B1 plus A2 into B2 plus A3 into B3. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച്, സ്കെയിലാർ പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് കൂടുതലായി അറിയാം. ഇവിടെ എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ് എ ഡോട്ട് ബി എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആയിരിക്കും. നമുക്ക് ഇവിടെ ഡോട്ട് പ്രൊഡക്റ്റ് കാണുമ്പോൾ രണ്ട് വെക്ടറുകളുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആയിരിക്കും കിട്ടുക. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വെക്ടർ 0 വെക്ടർ ആയി കഴിഞ്ഞാൽ അതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 0 ആയി മാറും. അതേപോലെ എയും ബിയും നോൺ സീറോ വെക്ടറുകളായിരിക്കെ നമുക്ക് അവ രണ്ടും പെർപെൻഡിക്കുലർ ആകുമ്പോൾ അവയുടെ ഡോട്ട് പ്രൊഡക്റ്റ് 0 എന്ന് ലഭിക്കുന്നു. അതായത് നമ്മൾ എ ഡോട്ട് ബി എന്ന് പറയുന്നത് മോഡ് എ മോഡ് ബി കോസ് തീറ്റ എന്നാണല്ലോ എഴുതുക. അപ്പൊ ഇവിടെ അവ രണ്ടും പെർപെൻഡിക്കുലർ ആകുമ്പോൾ തീറ്റ എന്ന് പറയുന്നത് π/2 ആയിരിക്കും. അതായത് കോസ് π/2 0 ആയി മാറും. അങ്ങനെ നമുക്ക് എ ഡോട്ട് ബി 0 ആയി കിട്ടും. അപ്പോൾ അത് വെച്ച് നമുക്കൊരു ചെറിയ കണക്ക് ചെയ്ത് നോക്കാം. If A is equal to 5i minus j minus 3k and B is equal to I plus 3j minus 5k, then show that vectors A plus B and A minus B are perpendicular. അപ്പോൾ നമുക്ക് കാണിക്കേണ്ടത് വെക്ടേഴ്സ് A plus Bയും വെക്ടേഴ്സ് A minus Bയും പെർപെൻഡിക്കുലർ ആണെന്ന് കാണിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം അതിനെ A plus Bയും A minus Bയും കണ്ടെത്തുന്നു. നമ്മൾ മുൻപ് ചെയ്ത അതേ മെത്തേഡിലൂടെ തന്നെ നമ്മൾ A plus Bയും A minus Bയും കണ്ടുപിടിക്കുന്നു. അതിനുശേഷം അവയുടെ ഡോട്ട് പ്രൊഡക്റ്റ് നോക്കുന്നു. അവയുടെ ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് അത് കിട്ടുന്നത് എങ്ങനെയാണ്? 6 into 4 plus 2 into minus 4 plus minus 8 into 2. അതായത് 0 ആണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ കഴിയും ഈ രണ്ട് വെക്ടേഴ്സിന്റെയും ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് തന്നെ അവ നോൺ സീറോ വെക്ടേഴ്സ് ആയതുകൊണ്ടും അവ തമ്മിൽ പെർപെൻഡിക്കുലർ ആണ്. അടുത്തതായി പറയാൻ പറ്റുക, ഈ രണ്ട് വെക്ടേഴ്സുകൾക്കിടയിലുള്ള ആംഗിൾ 0 ആയി വരുമ്പോൾ അവയുടെ ഡോട്ട് പ്രൊഡക്റ്റ് മാക്സിമവും അതുപോലെ അവയ്ക്കിടയിലുള്ള ആംഗിൾ പൈ ആയി വരുമ്പോൾ അവയുടെ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മിനിമവുമായി വരുന്നു. അതുപോലെ സ്കെയിലാർ പ്രൊഡക്റ്റിന്റെ ഒരു പ്രത്യേകതയാണ് അത് കമ്മ്യൂട്ടേറ്റീവ് ആണ് എന്നുള്ളത്. ഇനി എങ്ങനെയാണ് ഡോട്ട് പ്രൊഡക്റ്റ് വെച്ചിട്ട് നമുക്ക് രണ്ട് വെക്ടേഴ്സുകൾക്കിടയിലുള്ള ആ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റുന്നത് എന്ന് നോക്കാം. അപ്പോൾ let A and B be two non-zero vectors, then the angle between A and B is given by cos theta is equal to vector A dot vector B divided by mod A into mod B, or theta equal to cos inverse A dot B divided by mod A mod B. ഇവിടെ cos theta എന്ന് പറയുന്നത് എപ്പോഴും 0ക്കും 1നും ഇടയിലായതുകൊണ്ട് നമുക്ക് ഒരിക്കലും നെഗറ്റീവ് വാല്യൂസ് വരില്ല എന്നുള്ളത് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കണക്ക് ചെയ്ത് നോക്കാം. Find the angle theta between the vectors A is equal to I plus j minus k and B is equal to I minus j plus k. അപ്പോൾ നമ്മൾ ആദ്യം A dot B കാണുന്നു. നമ്മൾക്ക് കോസ് തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം A dot B divided by mod A mod B എന്ന്. അപ്പോൾ ആദ്യം A dot B കാണുന്നു. അപ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്കെയിലാർ കമ്പോണൻസുകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് അവയുടെ സം കാണുമ്പോൾ നമുക്ക് -1 എന്ന് കിട്ടി. അതുപോലെ അടുത്തതായിട്ട് ഓരോ വെക്ടേഴ്സിന്റെയും മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിക്കുന്നു. ഇനി ഈ ഇക്വേഷനിൽ ഡയറക്റ്റ് ആയി നമ്മൾ കൊടുക്കുന്നു. ഇവിടെ നമ്മൾ മോഡും ചേർക്കുന്നുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കോസ് തീറ്റ നെഗറ്റീവ് ആവില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ മോഡ് ചേർത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് കോസ് തീറ്റ എന്ന് പറയുന്നത് 1/3 ആയി കിട്ടുന്നു. അപ്പൊ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 1/3 എന്ന് ലഭിക്കുന്നു.
അടുത്തതായി ഇനി ഡോട്ട് പ്രൊഡക്റ്റിന്റെ കേസിൽ ഫോർ മ്യൂച്വലി പെർപെൻഡിക്കുലർ യൂണിറ്റ് വെക്ടേഴ്സ് I, J, K we have I dot I is equal to J dot J is equal to K dot K is equal to 1. അതായത് ഈക്വൽ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടേഴ്സിന് അല്ലെങ്കിൽ ഒരേ യൂണിറ്റ് വെക്ടേഴ്സിനെ തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് കാണുമ്പോൾ നമുക്ക് 1 ആണ് അതിന്റെ ആൻസർ ആയിട്ട് കിട്ടുക. അതേസമയം ഡിഫറെന്റ് യൂണിറ്റ് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് കാണുമ്പോൾ നമുക്ക് അത് 0യുമായി ലഭിക്കുന്നു. ഇനി അതിന്റെ കൂടുതൽ പ്രോപ്പർട്ടീസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അടുത്തതായി നമുക്ക് പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ ഓൺ എ ലൈൻ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ AB എന്ന് പറയുന്ന ഒരു വെക്ടർ L എന്ന് പറയുന്ന ഒരു ഡയറക്റ്റഡ് ലൈനുമായി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ ഉണ്ടാക്കുകയാണ്. അടുത്തതായി നമുക്ക് പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ ഓൺ എ ലൈൻ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ AB എന്ന് പറയുന്ന ഒരു വെക്ടർ L എന്ന് പറയുന്ന ഒരു ഡയറക്റ്റഡ് ലൈനുമായി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ ഉണ്ടാക്കുകയാണെങ്കിൽ പ്രൊജക്ഷൻ ഓഫ് AB ഓൺ L എന്ന് പറയുന്നത് P എന്ന് പറയുന്ന ഒരു വെക്ടർ ആയിരിക്കും. അതിന്റെ മാഗ്നിറ്റ്യൂഡ് മോഡ് AB cos തീറ്റ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ രണ്ട് വെക്ടറുകൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു വെക്ടറിന് മറ്റൊരു വെക്ടറിന് മുകളിലുള്ള പ്രൊജക്ഷൻ ആണ്. അതായത് പ്രൊജക്ഷൻ ഓഫ് a vector A on other vector B is given by A dot B divided by mod B. അല്ലെങ്കിൽ അതിനെ ഈ രീതിയിലും കാണിക്കാനാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ പ്രകാരം ഒരു വെക്ടറിന് മറ്റൊരു വെക്ടറിന് മുകളിലുള്ള പ്രൊജക്ഷൻ കണ്ടെത്താനാവുന്നതാണ്. അപ്പോൾ നമുക്കതൊരു കണക്കിലൂടെ പരിചയപ്പെടാം. Find the projection of the vector A is equal to 2i plus 3j plus 2k on the vector B is equal to I plus 2j plus k. നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ പ്രകാരം തന്നിരിക്കുന്ന ഇക്വേഷൻ പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാം? The projection of A on B is given by A dot B divided by mod B. ഇപ്പോൾ നമുക്ക് തിരിച്ചാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ the projection of B on A is given by ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് A dot B divided by mod A എന്നുകൊണ്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ചോദിച്ചിരിക്കുന്നത് കണ്ടെത്തുമ്പോൾ നമുക്ക് A dot B എന്നതിന് ഉത്തരമായി 10 എന്നും അതുപോലെ ബിയുടെ മാഗ്നിറ്റ്യൂഡായി √6 കിട്ടുന്നു. അപ്പോൾ നമുക്ക് the projection of A on B എന്ന് പറയുന്നത് 10/√6 എന്നായിട്ടും ലഭിക്കുന്നു. അതേപോലെ അവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, if A and B are perpendicular then the projection vector of AB will be 0 vector. എയും ബിയും പരസ്പരം പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവയുടെ പ്രൊജക്ഷൻ വെക്ടർ എന്ന് പറയുന്നത് 0 വെക്ടർ ആയിരിക്കും. അടുത്തതായി ഈ ചാപ്റ്ററിൽ എടുത്തു പറയേണ്ട രണ്ട് ഇനീക്വാലിറ്റീസ് ആണ് കോഷി-ഷ്വാർട്സ് ഇനീക്വാലിറ്റിയും ട്രയാങ്കിൾ ഇനീക്വാലിറ്റിയും. കോഷി-ഷ്വാർട്സ് ഇനീക്വാലിറ്റി പറയുന്നത് എന്തെന്നാൽ for any two vectors A and B we have mod A dot B is less than or equal to mod A into mod B. അതായത് രണ്ട് വെക്ടറുകളുടെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്ത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടു കഴിഞ്ഞാൽ ആ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വെക്ടേഴ്സിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ പ്രൊഡക്റ്റിനേക്കാൾ കുറവോ അല്ലെങ്കിൽ അതിന് ഈക്വലോ ആയിരിക്കും. ഈ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി പറയുന്നത് എന്തെന്നാൽ for any two vectors A and B we have mod A plus B is less than or equal to mod A plus mod B. അടുത്തതായി നമുക്ക് വെക്ടർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെക്ടർ പ്രൊഡക്റ്റ് കാണുമ്പോൾ അവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു വെക്ടർ ആയിരിക്കും. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക A ക്രോസ് B എന്നാണ്. അതേപോലെ തന്നെ നമുക്കതിനെ ഈ രീതിയിൽ ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. വെക്ടർ A ക്രോസ് വെക്ടർ B is equal to mod A into mod B into sin theta n cap. തീറ്റ എന്ന് പറയുന്നത് ഈ വെക്ടറുകൾക്കിടയിലുള്ള ആംഗിൾ ആണ്. അത് 0 മുതൽ പൈ വരെ വാരി ചെയ്യുന്നു. അതുപോലെ n cap എന്ന് പറയുന്നത് ഈ രണ്ട് വെക്ടറുകൾക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു യൂണിറ്റ് വെക്ടറുമാണ്. ഇനി എങ്ങനെയാണ് നമുക്ക് വെക്ടർ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ അതിനായി രണ്ട് വെക്ടറുകൾ ചൂസ് ചെയ്യുന്നു. വെക്ടർ A is equal to A1i plus A2j plus A3k എന്നും വെക്ടർ B is equal to B1i plus B2j plus B3k എന്നും എടുക്കുന്നു. അപ്പോൾ ഇവയുടെ രണ്ടിന്റെയും ക്രോസ് പ്രൊഡക്റ്റ് നമ്മൾ കാണുക ഈ രീതിയിലാണ്. അപ്പോൾ നമുക്കതൊരു കണക്ക് വെച്ച് തന്നെ പഠിക്കാം. Find mod of A cross B if A is equal to 2i plus j plus 3k
and b is equal to 3i plus 5j minus 2k. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ ആദ്യം ഇതിനെ അറേഞ്ച് ചെയ്യുന്നു. അതായത് ഇവിടെ ഡിറ്റർമിനന്റ് കാണുകയാണ് വേണ്ടത്. അതിന് ആദ്യത്തെ റോ ആയി നമ്മൾ തിരഞ്ഞെടുക്കുന്നത് i, j, k എന്നീ യൂണിറ്റ് വെക്ടേഴ്സിനെയാണ്. രണ്ടാമത്തെ റോ ആയി എടുക്കുന്നത് ആദ്യത്തെ വെക്ടറിലെ സ്കേലാർ പ്രൊഡക്ട്സിനെയാണ്, സ്കേലാർ കമ്പോണൻസിനെയാണ്. അതേപോലെ നമ്മൾ മൂന്നാമത്തെ റോ ആയി എടുക്കുന്നത് രണ്ടാമത്തെ വെക്ടറിലെ സ്കേലാർ കമ്പോണൻസിനെയാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് അതിന്റെ ഡിറ്റർമിനന്റ് കാണുന്നത് നോക്കാം. ആദ്യം നമ്മൾ i ഇൻറ്റു i വരുന്ന ആ ഒരു കോളവും റോയും ഒഴിവാക്കി ബാക്കി 4 നമ്പേഴ്സ് എടുക്കുന്നു. ഇവയെ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ഒന്നിനെയും -2നെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് 3നെയും 5നെയും മൾട്ടിപ്ലൈ ചെയ്ത് അവയുടെ ഡിഫറൻസ് കാണുന്നു. അതായത് i ഇൻറ്റു 1 ഇൻറ്റു -2 മൈനസ് 3 ഇൻറ്റു 5 മൈനസ് j ഇൻറ്റു j വരുന്ന കോളവും റോയും ഒഴിവാക്കുന്നു. ബാക്കി ഈ 4 നമ്പേഴ്സ് 2, 3, -2, 3 ഈ നമ്പേഴ്സ് എടുക്കുന്നു. അപ്പോൾ 2 ഇൻറ്റു -2 മൈനസ് 3 ഇൻറ്റു 3 പ്ലസ് k ഇൻറ്റു k വരുന്ന കോളവും റോയും ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് 2 ഇൻറ്റു 5 മൈനസ് 1 ഇൻറ്റു 3 എന്ന് കിട്ടുന്നു. അതായത് i ഇൻറ്റു -2 മൈനസ് 15 മൈനസ് j ഇൻറ്റു -4 മൈനസ് 9 പ്ലസ് k ഇൻറ്റു 10 മൈനസ് 3 എന്ന് ലഭിക്കുന്നു. അപ്പോൾ നമുക്ക് a ക്രോസ് b എന്ന വെക്ടറായി കിട്ടുന്നത് -17i പ്ലസ് 13j പ്ലസ് 7k. ഇനി നമുക്കതിന്റെ മാഗ്നിറ്റ്യൂഡ് നേരത്തെ പഠിച്ച പോലെ തന്നെ കാണാവുന്നതാണ്. ഇനി നമുക്ക് ക്രോസ് പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതലായി അറിഞ്ഞു നോക്കാം. എ ക്രോസ് ബി എന്ന് പറയുന്നത് എപ്പോഴും ഒരു വെക്ടർ ആയിരിക്കും. അതുപോലെ തന്നെ എ ക്രോസ് ബി, എയും ബിയും രണ്ട് നോൺ സീറോ വെക്ടേഴ്സ് ആയിരിക്കെ അവ തമ്മിൽ പാരലൽ ആകുമ്പോൾ അതിന്റെ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 0 ആയി നമുക്ക് ലഭിക്കുന്നു. അതേപോലെ ഒരു വെക്ടറിനെ അതേ വെക്ടർ കൊണ്ട് തന്നെ നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് കാണുകയാണെങ്കിൽ അതിന്റെ ഉത്തരം 0 ആയിരിക്കും. അതുപോലെ ഒരു വെക്ടറിന്റെയും അതിന്റെ നെഗറ്റീവിന്റെയും ക്രോസ് പ്രൊഡക്റ്റ് ആണ് നമ്മൾ കാണുന്നതെങ്കിൽ അതും 0 ആയി തീരും. ഇനി രണ്ട് വെക്ടറുകൾ തമ്മിൽ പെർപെൻഡിക്കുലർ ആണെന്നിരിക്കെ അതിന്റെ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മാക്സിമം ആവും. ഇതുപോലെ നമുക്ക് ഇവ തമ്മിലുള്ള ആംഗിളും കണ്ടുപിടിക്കാനാകും. അതായത് sin θ = mod a cross b divided by mod a into mod b. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് അവ തമ്മിലുള്ള ആംഗിളും കണ്ടെത്താനാകും. ഇനി നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ട ഒരു സംഗതി എന്തെന്നാൽ, നമ്മൾ സ്കേലാർ പ്രൊഡക്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ അത് കമ്മ്യൂട്ടേറ്റീവ് ആയിരുന്നു. എന്നാൽ വെക്ടർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് അല്ല. ഇനി അടുത്തതായി ഫോർ മ്യൂച്വലി പെർപെൻഡിക്കുലർ യൂണിറ്റ് വെക്ടേഴ്സ് i, j and k, i cross i is equal to j cross j is equal to k cross k is equal to 0. അതായത് ഒരേ യൂണിറ്റ് വെക്ടേഴ്സിന്റെ തന്നെ ക്രോസ് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് 0 ആണ്. ഇനി ഡിഫറെന്റ് ആയി വരുമ്പോഴുള്ള കേസ് നമുക്ക് നോക്കാം. അതിന് നമ്മൾ ഈ ഒരു പിക്ചർ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ i ക്രോസ് j കിട്ടാനായി i ക്രോസ് j നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ കെയിലെത്തുന്നു. അതായത് i ക്രോസ് j is equal to k എന്ന് നമുക്ക് ലഭിക്കുന്നു. ഇനി j ക്രോസ് k ആണെങ്കിൽ അത് iയും k ക്രോസ് i ആണെങ്കിൽ അത് j യുമായിട്ടും കിട്ടുന്നു. ഇനി തിരിച്ച് മൂവ് ചെയ്യുമ്പോഴാണെങ്കിലോ j ക്രോസ് i എന്നാണെങ്കിൽ നമുക്ക് മൈനസ് k ലഭിക്കുന്നു. i ക്രോസ് k ആണെങ്കിൽ മൈനസ് j ലഭിക്കുന്നു. k ക്രോസ് j ആണെങ്കിൽ നമുക്ക് മൈനസ് i ലഭിക്കുന്നു. ഇത്തരത്തിൽ നമുക്ക് അത് കാണാനാവുന്നതാണ്. അപ്പോൾ ഈ ക്രോസ് പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ ഡോട്ട് പ്രൊഡക്റ്റുമായി കമ്പയർ ചെയ്ത് പഠിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇനി എങ്ങനെയാണ് ക്രോസ് പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഒരു ട്രയാങ്കിളിന്റെയും പാരലലോഗ്രാമിന്റെയും ഒക്കെ ഏരിയ കാണുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കാണാനാണെങ്കിൽ എയും ബിയും ഒരു ട്രയാങ്കിളിന്റെ രണ്ട് അഡ്ജസന്റ് സൈഡുകളാണെങ്കിൽ അതിന്റെ ഏരിയ നമുക്ക് കാണാനുള്ള ഇക്വേഷൻ ആണ് mod a cross b divided by 2 എന്നതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അത് നമുക്കൊരു കണക്ക് വെച്ച് തന്നെ നോക്കാം. ഇവിടെ പറയുന്നുണ്ട് ഫൈൻഡ് ദ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഹാവിംഗ് ദ പോയിന്റ്സ് a 1 1 1, b 1 2 3, c 2 3 1 as its vertices. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം വേണ്ടത് രണ്ട് അഡ്ജസന്റ് സൈഡുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമുക്ക് 3 വെർട്ടിസസ് മാത്രമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എയിൽ നിന്ന് തുടങ്ങുന്ന രണ്ട് അഡ്ജസന്റ് സൈഡ്സ്, അതായത് എയും ബിയെയും കൂട്ടി യോജിപ്പിക്കുന്ന ആ ഒരു വെക്ടർ കണ്ടുപിടിക്കുന്നു, എനെയും സിനെയും കൂട്ടി യോജിപ്പിക്കുന്ന ആ ഒരു വെക്ടറിനെയും കണ്ടുപിടിക്കുന്നു. അതായത്
വെക്റ്റർ എ ബി നമുക്ക് കിട്ടുന്നു 1 മൈനസ് 1 i പ്ലസ് 2 മൈനസ് 1 j പ്ലസ് 3 മൈനസ് 1 k which is equal to j plus 2k. അടുത്തതായി എ സി എന്ന് പറയുന്ന വെക്റ്റർ കണ്ടുപിടിക്കുന്നു 2 മൈനസ് 1 j i പ്ലസ് 3 മൈനസ് 1 j പ്ലസ് 1 മൈനസ് 1 k which is equal to i plus 2j. ഇനി നമ്മൾ മുൻപ് പഠിച്ച പോലെ എ ബി ക്രോസ് എ സി കണ്ടുപിടിക്കുന്നു. അതിനുശേഷം അതിന്റെ മാഗ്നിറ്റ്യൂഡും നമ്മൾ കണ്ടെത്തുന്നു. എന്നിട്ട് നമ്മൾ ആ ഏരിയയുടെ ഇക്വേഷനിൽ അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് മോഡ് എ ബി ക്രോസ് എ സി ഡിവൈഡഡ് ബൈ 2 എന്നുള്ളത് √21/2 ആയി ലഭിക്കും. അതായത് നമുക്ക് ആ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടെത്താനാകും. അതുപോലെ തന്നെ നമുക്ക് ഒരു പാരലലോഗ്രാമിന്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. എയും ബിയും ഒരു പാരലലോഗ്രാമിന്റെ രണ്ട് അഡ്ജസന്റ് സൈഡുകളാണെങ്കിൽ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് മോഡ് എ ക്രോസ് ബി എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനാവുക. അപ്പോൾ അതും നമുക്കൊരു ചോദ്യത്തിലൂടെ നോക്കാം. Find the area of the parallelogram whose adjacent sides are a is equal to 3i plus j plus 4k and b is equal to i minus j plus k. അപ്പോൾ ആദ്യം നമ്മൾ അവയുടെ ക്രോസ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ആ പാരലലോഗ്രാമിന്റെ ആ ഒരു ഏരിയ കിട്ടുന്നു. അതുപോലെ തന്നെ ഇനി നമുക്ക് ക്രോസ് പ്രൊഡക്റ്റിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസും കാണാനാവുന്നതാണ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ കുറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അതൊന്ന് നോക്കി നോക്കാം. ഷോ ദാറ്റ് ദ പോയിന്റ്സ് എ 2i minus j plus k, b I minus 3j minus 5k and c 3i minus 4j minus 5k are the vertices of a right angle triangle. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന പോയിന്റ്സ് ഒക്കെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ വെർട്ടിസസ് ആണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളിത് പൈതഗോറസ് തിയറം വഴിയാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത് എന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത് ഇതിന്റെ ഓരോ സൈഡ്സും. നമുക്കിപ്പോൾ വെർട്ടിസസ് ആണ് തന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിന്റെ സൈഡ്സ് കണ്ടുപിടിക്കുന്നു. അതായത് വെക്റ്റർ എ ബി കാണുന്നു, വെക്റ്റർ ബി സി കണ്ടുപിടിക്കുന്നു, അതുപോലെ വെക്റ്റർ സി എ കണ്ടുപിടിക്കുന്നു. ഇനി വെക്റ്റർ എ ബി നമുക്ക് -i minus 2j minus 6k എന്നും വെക്റ്റർ ബി സി എന്നുള്ളത് 2i minus j plus k എന്നും വെക്റ്റർ സി എ എന്നുള്ളത് -i plus 3j plus 5k എന്നും ലഭിക്കുന്നു. ഇനി നമ്മൾ അതിന്റെ മൂന്നെണ്ണത്തിന്റെയും മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ നമുക്ക് കൃത്യമായി ആ സൈഡുകളുടെ ലെങ്ത് കിട്ടുന്നു. അപ്പോൾ മോഡ് എ ബി എന്ന് പറയുന്നത് √41 ആണ്, മോഡ് ബി സി എന്ന് പറയുന്നത് √6 ആണ്, മോഡ് സി എ എന്ന് പറയുന്നത് √35 ആണ്. ഇനി നമുക്ക് ഇതിൽ ഒരു സൈഡിനെ മറ്റു രണ്ട് സൈഡുകളുടെ സ്ക്വയറുകളുടെ സമ്മിന്റെ റൂട്ടായിട്ട് കാണിക്കാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് പറയാം ഇത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു? മോഡ് എ ബി സ്ക്വയർ എന്ന് പറയുന്നത് 41 എന്ന് പറയുന്നത് 60 + 35 ആണ്. അതായത് മോഡ് എ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു മോഡ് ബി സി സ്ക്വയർ പ്ലസ് മോഡ് സി എ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നു, നമുക്ക് തന്നിരിക്കുന്ന ആ പോയിന്റുകൾ എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ വെർട്ടിസസുകൾ തന്നെയാണെന്ന്. അപ്പോൾ ഈ ഒരു കണക്ക് ചെയ്യുമ്പോൾ ഈ ഓർഡർ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതാണ്. എ ബി കണ്ടുപിടിക്കണം, ബി സി കണ്ടുപിടിക്കണം, പിന്നെ കണ്ടുപിടിക്കേണ്ടത് സി എ ആണെന്നുള്ള കൃത്യമായ ഓർഡർ പാലിക്കണം. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഷോ ദാറ്റ് ദ പോയിന്റ്സ് എ -2i plus 3j plus 5k, b I plus 2j plus 3k and c 7i minus k are collinear. അപ്പോൾ എങ്ങനെയാണ് മൂന്ന് പോയിന്റുകൾ കൊളീനിയർ എന്ന് തെളിയിക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എയും ബിനെയും കണക്ട് ചെയ്യുന്ന ആ ഒരു വെക്റ്റർ കണ്ടുപിടിക്കുന്നു. എ ബി എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്നു 3i minus j minus 2k. അടുത്തത് ബിനെയും സിനെയും കണക്ട് ചെയ്യുന്ന ആ ഒരു വെക്റ്ററിനെ കണ്ടുപിടിക്കുന്നു. വെക്റ്റർ ബി സി ഇസ് ഈക്വൽ ടു 6i minus 2j minus 4k എന്ന് നമുക്ക് ലഭിക്കുന്നു. അടുത്തതായി നമ്മൾ വെക്റ്റർ എ സി കണ്ടുപിടിക്കുന്നു. വെക്റ്റർ എ സി എന്ന് പറയുന്നത് നമുക്ക് 9i minus 3j minus 6k എന്നും ലഭിക്കുന്നു. അങ്ങനെ നമ്മൾ ഈ മൂന്ന് വെക്ടറുകളുടെയും മോഡ് കണ്ടുപിടിക്കുമ്പോൾ മോഡ് ഓഫ് എ ബി എന്ന് പറയുന്നത് √14ഉം മോഡ് ഓഫ് ബി സി എന്ന് പറയുന്നത് 2√14ഉം അതുപോലെ മോഡ് ഓഫ് എ സി എന്ന് പറയുന്നത് 3√14ഉമായി ലഭിക്കുന്നു.
അതായത് നമ്മൾ ഇതിന്റെ മൂന്നിന്റെയും മാഗ്നിറ്റ്യൂഡ് കാണുമ്പോൾ മോഡ് എ സി എന്ന് പറയുന്നത് മോഡ് എ ബി പ്ലസ് മോഡ് ബി സി എന്നാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഈ 3 പോയിന്റുകളും കൊളീനിയർ ആണെന്ന് കൃത്യമായി പറയാൻ സാധിക്കും. അപ്പോൾ നമുക്കൊരു 3 പോയിന്റുകളാണ് തരുന്നതെങ്കിൽ നമ്മൾ അവയെ കണക്ട് ചെയ്യുന്ന വെക്ടറുകളെ കണ്ടുപിടിക്കുന്നു. അതിനുശേഷം അതിലെ ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡിനെ മറ്റ് 2 വെക്ടറുകളുടെ മാഗ്നിറ്റ്യൂഡുകളുടെ തുകയായി നമുക്ക് കാണിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ കഴിയുകയാണെങ്കിൽ ആ 3 പോയിന്റുകളും കൊളീനിയർ ആണെന്നും പറയാൻ പറ്റും. പിന്നെ അതുപോലെ ഈ ഒരു ചാപ്റ്ററിൽ അവസാനമായി എടുത്തു പറയുന്നത് ഇതിലൊരു പ്രധാന പോയിന്റ് തന്നെയാണ്. നമ്മൾ 3 വെക്ടറുകൾ കൺസിഡർ ചെയ്യുമ്പോൾ എ ബി സി എന്ന 3 വെക്ടർ കൺസിഡർ ചെയ്യുമ്പോൾ അവ കോപ്ലാനാർ എന്ന് പറയുന്നത് അവയെ ഈ രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കുമ്പോഴാണ്. അതായത് എ ഡോട്ട് ബി ക്രോസ് സി എന്ന് പറയുന്നത് 0 ആവുമ്പോഴാണ് ആ 3 വെക്ടറുകളും കോപ്ലാനാർ എന്ന് പറയാൻ കഴിയുക. അപ്പോൾ വെക്ടർ ആൾജിബ്ര എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിന്റെ സത്തയായ കുറെ ഭാഗങ്ങൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. എല്ലാവർക്കും ഇത്ര നേരം കേട്ടിരുന്നതിന് നന്ദി.